ഓക്കെ, അപ്പം ഇവിടെ ഞാനിപ്പോ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? ബി ടി പ്ലസ് സി എക്സ് പ്ലസ് ഡിക്ക് ഡയമെൻഷണൽ ഫോമിൽ ഇല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ ഒരേ ഡയമെൻഷണൽ ഫോമിൽ ആവണ്ടേ. അതുകൊണ്ട് ഡയമെൻഷണൽ ഫോമുല ഓഫ് ബി ടി ആർക്ക് ഈക്വൽ ആവണം? ഡയമെൻഷണൽ ഫോമുല ഓഫ് സി എക്സിന് ഈക്വൽ ആവണം. ഡയമെൻഷണൽ ഫോമുല ഓഫ് സി എക്സിന് ഈക്വൽ ആവണം. അത് ഡയമെൻഷണൽ ഫോമുല ഓഫ് ഡിക്ക് ഈക്വൽ ആയിരിക്കണം. അത് നോ ഡയമെൻഷൻ ആയിരിക്കണം. നോ ഡയമെൻഷൻ. നോ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ നോ ഡയമെൻഷന് നിങ്ങൾക്ക് വേണമെങ്കിൽ എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 0 എന്നൊക്കെ വേണം എഴുതിയേക്കാം. എം റേസ് ടു 0 എന്താ 1, എൽ റേസ് ടു 0 എന്താ 1, ടി റേസ് ടു 0 എന്താ 1. അങ്ങനെ സങ്കല്പിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നോ ഡയമെൻഷൻ ഇല്ലേ? നോ ഡയമെൻഷൻ എന്ന് പറയുന്നതിനെ എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 0 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം എം റേസ് ടു 0 1 ആണ്, എൽ റേസ് ടു 0 1 ആണ്, ടി റേസ് ടു 0 1 ആണ്. എന്തായാലും നോക്കിക്കോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇത് മാച്ച്. നമ്മളെ ഇപ്പോഴുള്ള ടാസ്ക് സിന്റെ ഡയമെൻഷണൽ ഫോമുല കണ്ടുപിടിക്കാനാണ്. അതിനു വേണ്ടിയിട്ട് ഡയമെൻഷണൽ ഫോമുല ഓഫ് സി എക്സ് എന്താണ്? നോ ഡയമെൻഷൻ. ഡയമെൻഷണൽ ഫോമുല ഓഫ് സി എക്സ് നോ ഡയമെൻഷൻ ആണ്. അപ്പം അത് ഞാൻ ഇവിടെ എഴുതട്ടെ. ഡയമെൻഷണൽ ഫോമുല ഓഫ് സി എക്സ് ഇസ് ഈക്വൽ ടു നോ ഡയമെൻഷൻ. എക്സിന് ഡയമെൻഷണൽ ഫോമിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എക്സിന്റെ ഡയമെൻഷണൽ ഫോമിൽ എന്താ? എക്സിന്റെ ഡയമെൻഷണൽ ഫോമുല എൽ ആണ്. അപ്പം സിയുടെ ഡയമെൻഷണൽ ഫോമുല ഇൻറ്റു എൽ ചെയ്താൽ എന്ത് കിട്ടണം? നോ ഡയമെൻഷൻ ആവണം. സിയുടെ ഡയമെൻഷണൽ ഫോമുല ഇൻറ്റു എൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നോ ഡയമെൻഷൻ ആവണമെങ്കിൽ നിങ്ങൾ വേണേ എങ്ങനെ ആലോചിച്ചാലും മതി. സി ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യും? നോ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ എൽ. ഈ എല്ലിനെ പ്രത്യേകം എടുത്തു. സിയുടെ ഡയമെൻഷണൽ ഫോമുല കിട്ടണമെങ്കിൽ നോ ഡയമെൻഷൻ ഡിവൈഡ് ബൈ എൽ. നോ ഡയമെൻഷൻ എന്ന് പറയുന്നത് 1. നോ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം റേസ് 0, എൽ റേസ് 0, ടി റേസ് 0 എന്ന് പറയുന്നത് 1. അപ്പം 1 ഡിവൈഡഡ് ബൈ എൽ. 1 ബൈ എൽ എന്താ? എൽ റേസ് ടു -1. ഇനി അങ്ങനെ ആലോചിച്ചാലും മതി. മനസ്സിലായോ? അപ്പൊ സിയുടെ ഡയമെൻഷണൽ ഫോമിൽ എന്ത് കിട്ടി? സിയുടെ ഡയമെൻഷണൽ ഫോമിൽ എന്ത് കിട്ടി? സിയുടെ ഡയമെൻഷണൽ ഫോമുല നമുക്ക് എന്ത് കിട്ടി? പറയ്. എൽ റേസ് ടു -1. ഇത് പണ്ട് എൻട്രൻസിന് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ. അപ്പം സിമ്പിൾ ആണോ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് പുസ്തകം നോക്കി വായിച്ചാലും മതി. അപ്പൊ നമ്മള് ഇത് കണ്ടുപിടിച്ചു. ഈ ടെക്നിക്ക് മനസ്സിലായോ? ഈ ടെക്നിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ? അടുത്തത് സുഖമായിട്ട് കണ്ടുപിടിക്കാം. അടുത്തത് എന്ത്? അടുത്ത നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ബിയുടെ ഡയമെൻഷണൽ ഫോമുല കണ്ടുപിടിക്കണം. ബിയുടെ ഡയമെൻഷണൽ ഫോമുല കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യും? ഡയമെൻഷണൽ ഫോമുല ഓഫ് ബി ടി ആർക്ക് ഈക്വല? നോ ഡയമെൻഷൻ ആണ്. അപ്പം നമ്മൾ എഴുതട്ടെ. ഡയമെൻഷണൽ ഫോമുല ഓഫ് ബി ടി ഈക്വൽ ടു നോ ഡയമെൻഷൻ. നോ ഡയമെൻഷൻ നമുക്ക് വേണേ 1 എഴുതി വെച്ചൂടെ? നോ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പൊ ഡയമെൻഷണൽ ഫോമുല ഓഫ് ബി ടി ഈക്വൽ ടു നോ ഡയമെൻഷൻ ആണ്. നോ ഡയമെൻഷന് 1 എഴുതി. അപ്പൊ ബിയുടെ ഡയമെൻഷണൽ ഫോമുല ഇൻറ്റു ടിയുടെ ഡയമെൻഷണൽ ഫോമുല ക്യാപിറ്റൽ ടി ഇസ് ഈക്വൽ ടു 1. അപ്പൊ ബി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? അപ്പോൾ ബി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/t. ബി ഈക്വൽ ടു 1/t അല്ലേ? ബി ഈക്വൽ ടു 1/t എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഡയമെൻഷണൽ ഫോമിൽ എന്താ? ടി റേസ് ടു 1 ആണോ ടി റേസ് ടു -1 ആണോ? പറയേ. ടി റേസ് ടു -1. T raised to -1. Therefore, we are getting the dimension of T is equal to T raised to -1. ആയി. ഇനിയിപ്പോ ഒരാളും കൂടി ഉണ്ടല്ലോ. ഇനിയിപ്പോ ആരാള്? ഡയമെൻഷണൽ ഫോമുല ഓഫ് എ അല്ലേ? ഇവിടെ LHSൽ ഇവിടെ ആരാണ്? LHS ഉള്ളത് y ആണ്. LHS ഉള്ളത് y ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ഡയമെൻഷണൽ ഫോമുല ഓഫ് LHS? LHS y ആണ്. ഡയമെൻഷണൽ ഫോമുല ഓഫ് LHS എന്താണ്?
ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS y എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? y എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. y എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷണൽ ഫോർമുല അല്ലേ? RHS ഉള്ളത് ഈ മൊത്തം ആൾക്കാരാണ്. RHS ഈ മൊത്തം ആൾക്കാരാണ്. അതിൽ ആർക്ക് ഡയമെൻഷണൽ ഫോർമുല ഇല്ല? സൈനിന് ഈ ആൾക്ക് ഡയമെൻഷണൽ ഫോർമുല ഇല്ല. അപ്പം വാട്ട് ഇസ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS? RHSന്റെ ഡയമെൻഷണൽ ഫോർമുലയും എന്തായിരിക്കണം? ഇക്വേഷൻ ശരിയാവണമെങ്കിൽ RHSന്റെ ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കണം? എല്ലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എയുടെ ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും? therefore എയുടെ ഡയമെൻഷണൽ ഫോർമുല എപ്പോ എന്താവണം? സൈൻ എന്തായാലും ഡയമെൻഷണൽ ഫോർമുല ഇല്ല. ഈ മൊത്തം സാധനങ്ങളുടെ ഡയമെൻഷണൽ ഫോർമുല എല്ലാം ആവണം. അപ്പൊ എയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താവണം? എല്ലാവണം. അപ്പം എയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? എയുടെ ഡയമെൻഷണൽ ഫോർമുല വാട്ട് ഇസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ? എൽ. തീരുമാനായി. കാരണം സൈൻ എന്തായാലും ഡയമെൻഷണൽ ഫോർമുല ഇല്ല. അപ്പൊ പിന്നെ വൈയുടെ ഡയമെൻഷണൽ ഫോർമുല തന്നെ ആയിരിക്കണം എയുടെ ഡയമെൻഷണൽ ഫോർമുല. വൈയുടെ ഡയമെൻഷണൽ ഫോർമുല എല്ലാണ്. അതുകൊണ്ട് എയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? എല്ലാണ്. മനസ്സിലായോ? കിട്ടിയോ? ഇതേ രീതിയിലുള്ള വേറൊരു ചോദ്യം തരട്ടെ ഞാൻ. നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ. ഇതേ രീതിയിലുള്ള വേറൊരു ചോദ്യം തരട്ടെ. V is equal to A cos x square B plus T by C plus D. ചോദ്യം എന്താ? Dimensional formula of A, B, C, D. ചോദ്യം മനസ്സിലായോ? അതില് വി ആരാ? വി വെലോസിറ്റി ആണ് കേട്ടോ. വി വെലോസിറ്റി, എക്സ് ഡിസ്പ്ലേസ്മെന്റ്, ടി ടൈം. വി വെലോസിറ്റി, എക്സ് ഡിസ്പ്ലേസ്മെന്റ്, ടി ടൈം. ബാക്കിയുള്ളവരൊക്കെ നമുക്ക് അറിയാത്ത ആൾക്കാരാണ്. അവരൊക്കെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഇങ്ങനെ പറയും. നിങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായോ നോക്കാൻ വേണ്ടിട്ട്. വാട്ട് ഇസ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ? ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ നിർബന്ധമായിട്ടും ഡയമെൻഷണൽ ഫോർമുല ഓഫ് വിക്ക് ഈക്വൽ ആവണം. കാരണം എന്താ? കോസിന് ട്രിഗ്നോമെട്രി ഉള്ള സാധനത്തിന് ഈ സാധനത്തിന് ഒന്നും ഡയമെൻഷണൽ ഫോർമുല ഇല്ലല്ലോ. കൊസൈൻ ഫംഗ്ഷന് ഡയമെൻഷണൽ ഫോർമുല ഇല്ല. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന് ഡയമെൻഷണൽ ഫോർമുല ഇല്ല. അപ്പൊ ഇവർക്ക് ഡയമെൻഷണൽ ഫോർമുല ഇല്ല. അപ്പൊ പിന്നെ വിയുടെ ഡയമെൻഷണൽ ഫോർമുല ആയിരിക്കണം എയുടെ ഡയമെൻഷണൽ ഫോർമുല. വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താ? LT raised to minus 1. അപ്പൊ നമുക്ക് ഒരു കാര്യം തീരുമാനമായി. ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ എന്താ? LT raised to minus 1 ആണ്. മനസ്സിലായോ? യെസ്. അപ്പൊ ഈ ബൾബ് കത്തി. ഇനി നമുക്ക് അടുത്തത് നമ്മൾ എന്ത് പറയും? ഇത് കോസിന്റെ ഉള്ളിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ മൊത്തം ആൾക്കാർക്ക് ഡയമെൻഷണൽ ഫോർമുല ഉണ്ടായിരിക്കരുത്. അതായത് എക്സ് സ്ക്വയർ ബി പ്ലസ് ടി ബൈ സി പ്ലസ് ഡി, അതിന് നോ ഡയമെൻഷൻ ആയിരിക്കണം അല്ലേ? അതിന്റെ അർത്ഥം ഡയമെൻഷണൽ ഫോർമുല ഓഫ് എക്സ് സ്ക്വയർ ബി ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷണൽ ഫോർമുല ഓഫ് ടി ബൈ സി. ഞാൻ ഇവിടെ ഇത് സ്ക്വയർ ബ്രാക്കറ്റിൽ ഉദ്ദേശിക്കുന്നത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് എന്നാണ്. ഡയമെൻഷണൽ ഫോർമുല ഓഫ് എക്സ് സ്ക്വയർ ബി ഈസ് ഈക്വൽ ടു ഡയമെൻഷണൽ ഫോർമുല ഓഫ് ടി ബൈ സി. That should be equal to dimensional formula of D, that is equal to no dimension. അല്ലേ? കുഴപ്പമുണ്ടോ? അപ്പൊ നേരെ ആരെ ഡയമെൻഷണൽ ഫോർമുലയുടെ കാര്യം തീരുമാനമായി? ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഡി ആരാന്ന് മനസ്സിലായി. ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഡി എന്താ? ഡിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താ? No dimension. വേണമെങ്കിൽ അതിനെ 1 എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോ ഡയമെൻഷൻ. അതായത്
1 എഴുതിയാലും കുഴപ്പമില്ല. ഇനി അടുത്ത് എന്ത് ചെയ്യും? നമ്മൾ എഴുതും എക്സ് സ്ക്വയർ ബിയുടെ ഡയമെൻഷണൽ ഫോർമുല 1 ആയിരിക്കണം. കാരണം നോ ഡയമെൻഷൻ ആണ് അല്ലെ. എക്സ് സ്ക്വയർ ബി എന്ന് പറയുന്നതിന്റെ ഡയമെൻഷണൽ ഫോർമുല നോ ഡയമെൻഷൻ ആയതുകൊണ്ട് എക്സ് സ്ക്വയർ ബി ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എന്താക്കാം? ബി ഇസ് ഈക്വൽ ടു ആണെങ്കിൽ 1/x സ്ക്വയർ ദാറ്റ് ഇസ് 1/x ആരാ? എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ L അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ ഫോർമുല L ആണ്. അപ്പം L സ്ക്വയർ. അപ്പം L റേസ് ടു -2. Therefore dimensional formula of B എന്താ? L raised to -2. Dimensional formula of B നെ നമുക്ക് കിട്ടി L raised to -2. കിട്ടിയോ? Dimensional formula of B is L raised to -2. ഇതല്ലേ? ഇനിയിപ്പോ അടുത്തത് എന്ത് ചെയ്യാം? അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ത്? സിയുടെ ഡയമെൻഷണൽ ഫോർമുല. സിയുടെ ഡയമെൻഷൻ പറയേ. സിയുടെ ഡയമെൻഷൻ മനസ്സിലായില്ല. എമ്മോ എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷണൽ ഫോർമുല L അല്ലേ? മാസിന്റെ ഡയമെൻഷണൽ ഫോർമുല അല്ലേ എം അല്ലേ? ഇനി ടി ബൈ സിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താ? നോ ഡയമെൻഷൻ ആണ്. ടി ബൈ സിയുടെ ഡയമെൻഷണൽ ഫോർമുല നോ ഡയമെൻഷൻ ആണെങ്കിൽ the dimensional formula of T by C, it is no dimension, therefore equal to 1. Dimensional formula of T by C equal to 1. Dimensional formula of T by C equal to 1. എഴുതി കൂടെ? നോ ഡയമെൻഷൻ എന്നുള്ളതിന് 1 എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കണം? 1നെ സീനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 1 into CC is equal to dimensional formula of T. Dimensional formula of T എന്താ? ക്യാപിറ്റൽ ടി തന്നെ. അപ്പം സിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? വാട്ട് ഇസ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് സി? വാട്ട് ഇസ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് സി? ക്യാപിറ്റൽ ടി. ഇനിയിപ്പോ ആരാ? എല്ലാവരും ഇല്ലേ? അതിലെ എയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ചു. ബിയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ചു. സിയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ചു. ഡിയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ചു. എല്ലാരെയും മനസ്സിലായോ? യെസ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ആഡ് ചെയ്യുന്ന സാധനങ്ങൾക്കും സബ്ട്രാക്ട് ചെയ്യുന്ന സാധനങ്ങൾക്കും ഒരേ ഡയമെൻഷണൽ ഫോർമുല ആയിരിക്കണം. ആഡ് ചെയ്യുന്ന സാധനങ്ങൾക്കും സബ്ട്രാക്ട് ചെയ്യുന്ന സാധനങ്ങൾക്കും ഒരേ ഡയമെൻഷണൽ ഫോർമുല ആയിരിക്കണം. LHSനും RHSനും ഒരേ ഡയമെൻഷണൽ ഫോർമുല ആയിരിക്കണം. ആ ഐഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ ചെയ്തു. റെഡി അല്ലേ? സർ പറയും. ചോദിച്ചോ. ആ 2 ഡയമെൻഷൻ ഫോർമുല എന്താ പിന്നെ ആഡ് ചെയ്യാത്തതോ? അതായത് നിങ്ങൾ ഇപ്പം എന്ത് ചെയ്യാ? 10 meter square plus 20 meter square എന്ന് പറയുന്നതിനെ നമ്മൾ 30 meter square എന്നല്ലേ എഴുതാറ്? അല്ലാണ്ട് 30 എന്ന് എഴുതിയിട്ട് പിന്നെ മീറ്റർ സ്ക്വയർ പ്ലസ് മീറ്റർ സ്ക്വയർ 2 meter square എന്ന് എഴുതുമോ? ഇല്ലല്ലോ. എഴുതുവോ? 10 meter square plus 20 meter square 30 meter square. ഈ ന്യൂമറിക്കൽ വാല്യൂനെ ആഡ് ചെയ്തിട്ട് പക്ഷേ യൂണിറ്റിനെ പിന്നെ 2 times എഴുതുമോ? ഇല്ലല്ലോ. ഇല്ല. അതേമാതിരി തന്നെയാണ് ഇയാളുടെ ഡയമെൻഷണൽ ഫോർമുല പ്ലസ് ഇയാളുടെ ഡയമെൻഷണൽ ഫോർമുല പ്ലസ് ഇയാളുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നതൊക്കെ ഒന്ന് തന്നെയാണ് അല്ലേ? അല്ലാണ്ട് 3 times എന്നൊക്കെ എഴുതേണ്ട ആവശ്യം. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിനെ ഡയമെൻഷണൽ ഫോർമുല വെച്ചിട്ട് 3 into എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ഇല്ലല്ലോ. അങ്ങനെ ഒരു ഡയമെൻഷണൽ ഫോർമുല ഉണ്ടോ? 3LT raised to -1 എന്ന് പറയുന്ന ഒരു ഡയമെൻഷണൽ ഫോർമുല ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അതുകൊണ്ട് ഇവിടെ ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല പ്ലസ് ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല ഈക്വൽ ആണെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ വായിക്കരുത്. X square B is equal to T by C എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ.
ഇവിടെ ഉദ്ദേശിച്ചത് എക്സ് സ്ക്വയർ ബി ഇസ് ഇക്വൽ ടു ടി ബൈ സി എന്നാണോ? അല്ല, ഡയമെൻഷണൽ ഫോർമുല ഓഫ് എക്സ് സ്ക്വയർ ബി ഇസ് ഇക്വൽ ടു ഡയമെൻഷണൽ ഫോർമുല ഓഫ് ടി ബൈ സി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇടാണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെറ്റും. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എഴുതുമ്പോൾ നമ്മൾ വായിക്കേണ്ട എന്താണിത്? ഡയമെൻഷണൽ ഫോർമുല ഓഫ് എക്സ് സ്ക്വയർ ബി ആർക്ക് ഈക്വലാണ്? ഡയമെൻഷണൽ ഫോർമുല ഓഫ് ടി ബൈ സിക്ക് ഈക്വൽ ആണ്. അത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഡിക്ക് ഈക്വൽ ആണ്. കാര്യം മനസ്സിലായോ? മനസ്സിലായോ? കാര്യം മനസ്സിലായോ? നമ്മളുടെ ഇവിടെ ഉള്ള ഒരു 44 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അല്ലാണ്ട് 2-3 കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങളത് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങള് ഇതില് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാക്ടിക്കൽ ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഫാരിസ് വൺസ് മോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതിനാണ് വൺസ് മോർ എന്ന് പറഞ്ഞത് ഫാരിസ്? ഇവിടെ ഇത് നോക്ക്, ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഉണ്ടെങ്കിൽ ആ യുടെ ഡയമെൻഷണൽ ഫോർമുല തന്നെയാണ് ഹാഫ് എ ടി സ്ക്വയറിന്റെയും ഡയമെൻഷണൽ ഫോർമുല അല്ലേ? യുടെ ഡയമെൻഷണൽ ഫോർമുല തന്നെയാണ് ഹാഫ് എ ടി സ്ക്വയറിന്റെയും ഡയമെൻഷണൽ ഫോർമുല. അപ്പം ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല എൽ, ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല എൽ, എന്നിട്ട് നമ്മൾ എൽ പ്ലസ് എൽ 12 എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. അത് നേരെ അങ്ങോട്ട് എൽ തന്നെ എഴുതിയാൽ. ഓക്കെ, ക്ലിയർ? വേറെ ചോദ്യം വേണോ? നിങ്ങൾക്ക് ഇനിയും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ചോദ്യം വേണോ? വേണം. അങ്ങനെയാണെങ്കിൽ തരാം, നോക്കിക്കോ. എഫ് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ പ്ലസ് 2b t square plus 4c a, where you have to find out the dimensional formula of a, dimensional formula of b, dimensional formula of c. എയുടെയും ബിയുടെയും സിയുടെയും ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കണം. ഒരു 5 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കൂ. 5 മിനിറ്റ്. സർ ലാസ്റ്റ് എ ഡിസ്പ്ലേസ്മെന്റ് ആണോ സർ? ആ പറയും. അതില് ഹലോ കേക്കില്ലേ? എഫ് ഫോഴ്സ് ആണ്, വി വെലോസിറ്റി ആണ്, ടി ടൈം ആണ്, എ ആക്സിലറേഷൻ ആണ്. എഫ് ഫോഴ്സ് ആണ്, വി വെലോസിറ്റി ആണ്, ടി ടൈം ആണ്, എ ആക്സിലറേഷൻ ആണ്. ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ? ചെയ്യട്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ സമയം തന്നാണേ. എന്താ കണ്ടുപിടിക്കേണ്ടത്? എയുടെ ഡയമെൻഷണൽ ഫോർമുല, ബിയുടെ ഡയമെൻഷണൽ ഫോർമുല, സിയുടെ ഡയമെൻഷണൽ ഫോർമുല. നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചെയ്തോണ്ടിരിക്കല്ലേ? യെസ്. നല്ല ഇപ്പം നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉത്തരം അവിടെ എടുത്തു വെച്ചോ. എന്നിട്ട് ഇപ്പൊ ഇനി 1 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. ആ ടൈമിന്റെ മുന്നേ, ഞാൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് വെറുതെ ചോദിക്കും നിങ്ങൾക്ക് ആർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടോ. അപ്പൊ വോയിസ് ഓൺ ആക്കി പറഞ്ഞാലും മതി. ഇപ്പൊ നിങ്ങൾ പറയാൻ നിൽക്കണ്ട. 1 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്യും.
ചെയ്യുമ്പോൾ അതിന്റെ മുന്നേ ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് വോയിസ് ഓൺ ആക്കി. ഇപ്പം നിങ്ങൾക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാക്ടിക്കലായിട്ട് ഡൗട്ട് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് ചോദിക്കും. സാർ ഇത് എങ്ങനെയാ, ഇവിടെ നിന്ന് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ചോ വോയിസ് ഓൺ ആക്കിയിട്ട്. നിങ്ങള് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാർക്ക് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്താനുള്ള ഒരു മാനദണ്ഡം മാത്രമാണ് കേട്ടോ. അത് നമ്മൾക്ക് നമ്മളുടെ ഒരു ഭാവിയിലുള്ള സ്ഥലത്തും നമ്മൾ ഉപയോഗിക്കൂല. ഈ 10ാം ക്ലാസ്സിന്റെ മാർക്ക് നോക്കിയിട്ട് നിങ്ങൾ ആരും ജോലിക്ക് എടുക്കുകയോ മറ്റൊന്നും ചെയ്യില്ല. പക്ഷെ അടുത്തൊരു സ്ഥലത്ത് എത്താനുള്ള ഒരു മാനദണ്ഡം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളെ ഇപ്പം എന്ത് ചെയ്യുന്നാല് ചില ആൾക്കാരൊക്കെ നിങ്ങളെ അങ്ങോട്ട് വഷളാക്കും. എങ്ങനെ വഷളാക്കും എന്ന് പറഞ്ഞാല്, നിങ്ങൾക്ക് ഈ നാട്ടുകാരൊക്കെ കൂടി എന്തെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പം ഫുൾ A+ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും സ്വീകരണമോ മറ്റോ മറിച്ചോ എന്നൊക്കെ ആയിട്ട് അവരിങ്ങനെ തരും. അത് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അല്ലാണ്ട് നിങ്ങൾ അതിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ വലിയൊരു ആനക്കാര്യം ചെയ്തു എന്നുള്ള ഒരു ധാരണ ഒന്നും ഉണ്ടാക്കരുത്. ഇത് നമ്മളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഒരു തീരെ തുടക്കത്തിലുള്ള ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് എന്ന് പറയുന്നത് അടുത്തൊരു സ്ഥലത്തേക്ക് എത്താനുള്ള ഒരു മാനദണ്ഡം മാത്രമാണ് കേട്ടോ. ഇനിയുള്ള അടുത്ത സാധനങ്ങൾക്ക് മാർക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഈ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. 10ാം ക്ലാസ്സിലെ മാർക്ക് നിങ്ങൾ അധ്വാനിച്ച് കിട്ടിയതാണെങ്കിൽ ഇനി +2 മാർക്ക് കിട്ടണമെങ്കിൽ 10ാം ക്ലാസ്സിലെ മാർക്ക് ഒരു മാനദണ്ഡം ആയിരിക്കില്ല. +2 മാർക്കിന് നിങ്ങൾ +2 പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ +2 മാർക്ക് കിട്ടുക, +1 +2 മാർക്ക് കിട്ടുക. അതുകൊണ്ട് നിങ്ങളെ കുറെ ആൾക്കാർ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ ആ പുകഴ്ത്തുന്നത് ഇത്രക്ക് വേണ്ടി, ഇതിനു വേണ്ടി മാത്രമാണ്. അതായത് അവര് ഒരു സ്ഥലങ്ങളിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാണ്ട് നിങ്ങൾ വലിയൊരു ആനക്കാര്യം ചെയ്തിട്ടില്ല. നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ വളരെ ചെറിയൊരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ളൂ. മാർക്ക് കിട്ടിയിട്ടുണ്ട്, നല്ലതാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ലൈഫിലെ വലിയൊരു അച്ചീവ്മെന്റ് ഒന്നല്ല. ഇത് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമായിട്ടുള്ളൂ. ഇനി നമ്മൾ എത്രയോ വിദ്യാഭ്യാസം മുന്നോട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോകാം. അതില് പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ വോയിസ് ഓൺ ആക്കി പറഞ്ഞോ. എയുടെ ഡയമെൻഷണൽ ഫോമിൽ എന്താണ് കിട്ടിയത്? വെറുതെ വോയിസ് ഓൺ ആക്കി പറഞ്ഞു ആർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ. ബിയുടെ ഡയമെൻഷണൽ ഫോമിൽ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ആരുടെ ഡയമെൻഷണൽ ഫോമിലാണ്? എയുടെ ഡയമെൻഷണൽ ഫോമിൽ എത്രയാണ്? വെറുതെ MLT raised to -1 ആണോ? -1 ആണ് കിട്ടിയത്. നോക്കുക, വെറുതെ പറയാം. ബിയുടെ ഡയമെൻഷൻ ഫോമിൽ എന്താ കിട്ടിയത് പറയും. ബി T-2 എന്നാണോ കിട്ടിയത്? എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം വേറെ എന്തെങ്കിലും ഉത്തരം കിട്ടിയിട്ട് വേറെ ഉത്തരം പറഞ്ഞോ. തെറ്റിപ്പോകുന്നതിന് നിങ്ങൾ ആരെയും വിഷമിക്കണ്ട. നിങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടെ പോയിക്കോട്ടെ, അതിനെന്താ. ശ്രമിച്ചിട്ടില്ലെങ്കിലാണ് ഏറ്റവും വലിയ വിഷമം ഉണ്ടാവാൻ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ചെയ്തു നോക്കാം. പല പല ആൻസർ ആണ് വരുന്നത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഇതില് എനിക്ക് ആദ്യം തന്നെ പറയാൻ പറ്റുന്ന എന്താണെന്നാല്, ഡയമെൻഷണൽ ഫോർമുല ഓഫ് V² is equal to dimensional formula of 2BT² is equal to dimensional formula of 4CA. തെറ്റാണോ ശരിയാണോ? V² ഡയമെൻഷൻ ഫോർമുല നിർബന്ധമായിട്ടും 2BT² ഡയമെൻഷൻ ഫോർമുല ഈക്വൽ ആയിരിക്കണം. അത് നിർബന്ധമായിട്ടും 4CA ഡയമെൻഷൻ ഫോർമുല ഈക്വൽ ആയിരിക്കണം. തെറ്റാണോ ശരിയാണോ? തെറ്റാണോ ശരിയാണോ? ശരിയാണ്. ശരിയാണ്. അപ്പൊ ഇതിനെ മാത്രം ഒന്ന് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല ഓഫ് V² എന്താ? വെലോസിറ്റി എന്ന് പറയുന്നത് LT⁻⁻1 ആണ്. അപ്പൊ ഡയമെൻഷൻ ഫോർമുല ഓഫ് V² എന്ന് പറയുന്നത് LT⁻⁻1 ഹോൾ സ്ക്വയർ is equal to dimension formula of 2BT². Dimension formula of 2BT² ആണ്. 2ന് ഡയമെൻഷൻ ഫോർമുല ഇല്ലല്ലോ. ന്യൂമറിക്കൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഫോർമുല ഇല്ല. അപ്പൊ 2ന് ഡയമെൻഷൻ ഫോർമുല ഇല്ല. ബിയുടെ ഡയമെൻഷൻ ഫോർമുല നമുക്ക് അറിയില്ല, അതിനോട് ബി തന്നെ എഴുതി. T² ഡയമെൻഷൻ ഫോർമുല ക്യാപിറ്റൽ T². T² ഡയമെൻഷൻ ഫോർമുല ക്യാപിറ്റൽ T². കുഴപ്പമുണ്ടോ? ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. L² T⁻⁻2 is equal to BT².
അതിനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ബി ഇസ് ഈക്വൽ ടു ആണ് എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ അല്ലേ? ഈ ടി സ്ക്വയർ പുറത്തേ എടുക്കും. അങ്ങനെയാണ് ടി ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് അല്ല ടി സ്ക്വയർ അങ്ങനെ ആവുമ്പോൾ ടി റേസ് ടു മൈനസ് 2 ആണ് കിട്ടുക. ടി റേസ് ടു മൈനസ് 2 ടി റേസ് ടു മൈനസ് 4. ശരിയാണോ? യെസ്. അപ്പം ഇത് കിട്ടി. ആരെ കിട്ടി? ഡയമെൻഷണൽ ഫോർമുല ഓഫ് ബി ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 4. ചില ആൾക്കാർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും, ചില ആൾക്ക് ഉത്തരം തെറ്റിയിട്ടുണ്ടാവും. തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട. തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ തെറ്റിയെന്ന് മനസ്സിലായോ? ഇത് ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യാന്നാല് സിയുടെ ഡയമെൻഷണൽ ഫോർമുല കിട്ടാൻ വേണ്ടിയിട്ട് ഡയമെൻഷണൽ ഫോർമുല ഓഫ് വി സ്ക്വയർ ഇസ് ഈക്വൽ ഡയമെൻഷണൽ ഫോർമുല ഓഫ് 4c എന്ന് എഴുതി കൂടെ എഴുതാം. അപ്പം ഡയമെൻഷണൽ ഫോർമുല ഓഫ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡയമെൻഷണൽ ഫോർമുല ഓഫ് 4ca എന്ന് എഴുതി. ഡയമെൻഷണൽ ഫോർമുല ഓഫ് വി സ്ക്വയർ എന്താന്നുള്ളത് അറിയാം. ഡയമെൻഷണൽ ഫോർമുല ഓഫ് വി സ്ക്വയർ എന്താ? എൽ ടി റേസ് ടു മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്. അതെന്താന്നുള്ളത് നമുക്കറിയാം. എന്ത്? എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ആണ്. ഇസ് ഈക്വൽ ടു അത് കാരണം നമ്മൾ ഇവിടെ ചെയ്തു, കുറച്ച് മുന്നേ ചെയ്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡയമെൻഷണൽ ഫോർമുല ഓഫ് 4ca. 4ന് ഡയമെൻഷണൽ ഫോർമുല ഉണ്ടോ? 4ന് ഡയമെൻഷണൽ ഫോർമുല ഉണ്ടോ? ഇല്ല. സിയുടെ ഡയമെൻഷൻ ഫോർമുല അറിയാനാണ് നമ്മളെ ലക്ഷ്യം. എ ആരാണ്? ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഡയമെൻഷൻ ഫോർമുല എന്താ? എൽ ടി റേസ് ടു മൈനസ് 2. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പം സി ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ എൽ ടി റേസ് ടു മൈനസ് എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ എൽ ടി റേസ് ടു മൈനസ് 2. എന്തേ പറയ് സാറേ? മറ്റേ ഡയമെൻഷൻ ഫോർമുല വെലോസിറ്റി എൽ ടി മൈനസ് 1 അല്ലേ? അപ്പൊ പിന്നെ അതെങ്ങനെ സ്ക്വയർ വന്നത് ഇവിടെ? എടാ വി സ്ക്വയർ അല്ലേ ഇവിടെ ഉള്ളത്? വെലോസിറ്റി ആണോ വി സ്ക്വയർ ആണോ ഉള്ളത്? ഡയമെൻഷണൽ ഫോർമുല ഓഫ് വി സ്ക്വയർ ആണ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് 4ca ഈക്വൽ അല്ലേ? അതുകൊണ്ട് എൽ ടി റേസ് ടു മൈനസ് 1 ഹോൾ സ്ക്വയർ അതാണ് എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. കുഴപ്പമുണ്ടോ? ഇനി അപ്പൊ എൽ സ്ക്വയർ ഡിവൈഡ് ബൈ എൽ റേസ് ടു 1 ടി റേസ് ടു മൈനസ് 2 ഡിവൈഡ് ബൈ ടി റേസ് ടു മൈനസ് 2 എന്താവും? ടി റേസ് ടു 0. അപ്പം ഇനി വേണേൽ എന്ത് ചെയ്യാം? സി ഇസ് ഈക്വൽ ടു അപ്പൊ ടി റേസ് ടു 0 1 അല്ലേ? അപ്പൊ എൽ എന്ന് എഴുതിയാൽ മതി. ഡയമെൻഷണൽ ഫോർമുല ഓഫ് സി എന്ത് കിട്ടി? ഡയമെൻഷണൽ ഫോർമുല ഓഫ് സി എന്ത് കിട്ടി? എൽ. ഡൗട്ട് ഉണ്ടോ? കിട്ടില്ലേ? ഡയമെൻഷണൽ ഫോർമുല ഓഫ് സി. ബി കിട്ടിയതില് -2 + 2 0 അല്ലേ വരിക? അപ്പൊ ടി റേസ് ടു 0 അല്ലേ വരിക? ടി റേസ് ടു മൈനസ് 2 ഡിവൈഡ് ബൈ ടി സ്ക്വയർ. അത് ടി റേസ് ടു മൈനസ് 2 അല്ലേ വരിക? ഇത് ഡിവൈഡ് ബൈ ടി സ്ക്വയർ അല്ലേ? -+2 അല്ലേ? സോറി അല്ലേ? മനസ്സിലായില്ലേ? കിട്ടി. ഇനി അടുത്ത ആള് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് LHS ആണ്. അപ്പം ഡയമെൻഷണൽ ഫോർമുല ഓഫ് എഫ് സ്ക്വയർ എ ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷണൽ ഫോർമുല ഓഫ് വി സ്ക്വയർ എഴുതുന്നതിനോട് തെറ്റാണോ? അല്ല, ശരിയാണ്. അപ്പൊ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എഫ് സ്ക്വയർ എ എഫ് ആരാ? എഫ് ml t raised to minus 2 ആണ്. അപ്പൊ എഫ് സ്ക്വയർ ആണ്. എഫ് സ്ക്വയർ ഉള്ളതുകൊണ്ട് ml t raised to minus 2 ഹോൾ സ്ക്വയർ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു ഡയമെൻഷണൽ ഫോർമുല ഓഫ് വി സ്ക്വയർ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫോർമുല ഓഫ് വി സ്ക്വയർ എന്താ? എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ആണ് അല്ലെ? നമ്മൾ കുറച്ച് സ്ഥലത്ത് ഉപയോഗിച്ചു. അപ്പം ml t raised to minus 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ m സ്ക്വയർ എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 4 എ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. തെറ്റാണോ? തെറ്റല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയുടെ ഡയമെൻഷണൽ ഫോർമുല ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ എം സ്ക്വയർ എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 4. ശരിയല്ലേ? അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ we will get
എൽ സ്ക്വയർ വെട്ടിപ്പോവും അല്ലെ. അപ്പൊ L raised to 0 ഇതിലും കുഴപ്പമില്ല. പിന്നെ T raised to -2 + 4 ശരിയല്ലേ. -2 + 4 M മേലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ M raised to -2 ശരിയാണോ? L square divided by L square എന്ന് പറയുന്നത് L raised to 2 - 2. T raised to -2 divided by T raised to -4 എന്ന് പറയുന്നത് T raised to -2 + 4. 1/m square എന്ന് പറയുന്നത് M raised to -2. അങ്ങനെയാണെങ്കിൽ M raised to -2 L raised to 0 എഴുതേണ്ട ആവശ്യമില്ല, വേണ്ട. T raised to 2. ആര്? Dimensional formula of A. Dimensional formula of A. കിട്ടിയോ? Sir, അതായത് ഇതുവരെ ക്ലിയർ അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ? ആണ്. ഇതുവരെ ക്ലിയർ അല്ലേ? അതെ. L square divided by L square എന്താ? L raised to 2 - 2 അതായത് L raised to 0. ഡൗട്ട് ഉണ്ടോ? ഇല്ല. L raised to 0. പിന്നെ T raised to -2 divided by T raised to -4. T raised to -2 divided by T raised to -4 അതിനെ T raised to -2 ഡിനോമിനേറ്ററിൽ മേലോട്ട് എടുക്കുമ്പോൾ അതിന്റെ സൈൻ മാറ്റാം, +4. T raised to -2 divided by T raised to -4 ആണ്. അത് ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററിൽ എടുത്തപ്പോൾ T raised to -2 + 4 അതെന്ത് കിട്ടും? T raised to 2. അത് മനസ്സിലായി സാർ. M raised to -2 എങ്ങനെയാ വരുന്നത്? 1/m square മേലോട്ട് എടുക്കുമ്പോ M raised to -2. ഇത് ഡിവൈഡ് ബൈ M square അല്ലേ, മേലോട്ട് എടുത്തിട്ട് M raised to -2 അല്ലേ? മനസ്സിലായോ? മനസ്സിലായി. അപ്പം M raised to -2 T square, M raised to -2 T square കിട്ടിയോ? അപ്പം ചുരുക്കി പറഞ്ഞ ഡയമെൻഷണൽ ഫോർമുല ഓഫ് A എന്താ? M raised to -2 T square ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാനൊരു 4 ഹോംവർക്ക് തരാൻ പോവാട്ടോ. 4 ഹോംവർക്ക്. ആ ഹോംവർക്ക് നിങ്ങൾ ചെയ്തിട്ട് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് തന്നെ അപ്ലോഡ് ചെയ്താൽ മതി. ഗ്രൂപ്പിലേക്ക് തന്നെ അപ്ലോഡ് ചെയ്യട്ടോ. ഹോംവർക്ക് പറയട്ടെ. P square A is equal to W by B plus A square C. ഇത് മതി. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്റെയും ബിന്റെയും സിന്റെയും ഡയമെൻഷണൽ ഫോർമുല. ഇത് സി ആണ്. എന്റെയും ബിന്റെയും സിന്റെയും ഡയമെൻഷണൽ ഫോർമുല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതില് പി ആരാ? പി പവർ. പി ആരാ? പവർ. ഡബ്ല്യു ആരാ? വർക്ക്. എ ആരാ? ആക്സിലറേഷൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഇല്ലല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ x square by a plus v cube t is equal to ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഒരു സാധനം കൂടി വേണം കേട്ടോ. ഒരു സാധനം കൂടി ഉണ്ടായാലോ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി ഇതാക്കട്ടെ. പ്ലസ് വി സ്ക്വയർ. ഇങ്ങനെ ഒരു പ്ലസ് വി സ്ക്വയർ ഇതിൽ ആഡ് ചെയ്യണേ ക്വസ്റ്റ്യനിൽ, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
x square by a plus v cube by t is equal to 2c p, where p ആരാ? p പവർ. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്റെയും സിന്റെയും ഡയമെൻഷണൽ ഫോർമുല. എന്റെയും സിന്റെയും ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനില് നമുക്ക് തന്നിരിക്കുന്നത് വി സ്ക്വയർ മൈനസ് 3at ക്യൂബ് ഇസ് ഈക്വൽ ടു സി സൈൻ dx. അതില് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്റെയും സിന്റെയും ഡിയുടെയും ഡയമെൻഷണൽ ഫോർമുല. എന്റെയും സിന്റെയും ഡിയുടെയും ഡയമെൻഷണൽ ഫോർമുല. 3 ചോദ്യങ്ങള്. ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഈ ചോദ്യത്തില് പി ആരാ? പവർ. സാറേ ആ പറഞ്ഞോ, ചോദിച്ചോ, വേഗം ചോദിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യനില് എക്സ് ഡിസ്പ്ലേസ്മെന്റ്. സെക്കൻഡ് ക്വസ്റ്റ്യനില് സെക്കൻഡ് ക്വസ്റ്റ്യനില് എക്സ് ഡിസ്പ്ലേസ്മെന്റ് പി പവർ. എക്സ് ഡിസ്പ്ലേസ്മെന്റ് പി പവർ. ഇത് ചെയ്തിട്ട് നിങ്ങൾ ആ ഗ്രൂപ്പിൽ അതിന്റെ ആൻസർ പോസ്റ്റ് ചെയ്യണേ.